1-ാം തീയതി കയറിയത് നീയാണല്ലോ ചെറുക്ക. അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സാറും മേഡവും വരാൻ പറഞ്ഞോട്ട് വന്നാ. ഏതായാലും ഞങ്ങളുടെ ഈ വർഷം പോയി കിട്ടി. ഞാനങ്ങനെ ഐശ്വര്യമില്ലാത്തവനൊന്നും അല്ല ചേച്ചി. ഐശ്വര്യവേ നിന്റെ മുഖത്ത് മൊത്തത്തില് പതിച്ചു വെച്ചിട്ടുണ്ട്. നീ നിന്റെ MD-യും ഭാര്യയും മണ്ടരാക്കിയാ മതി. ഇങ്ങോട്ട് കൂടുതൽ തള്ളണ്ട കേട്ടോ. ഞാൻ കൊടുത്ത സാരി കൊടുത്തോണ്ട് അവളെന്താ വരാത്തെ? ഞാൻ കൊടുത്ത സാരി അല്ലല്ലോ ഇത്. നമസ്കാരം സാർ. സാഗർ എത്തിയോ? എടോ, സാഗറിന് കൈനീട്ടം കൊടുക്കണോ? കണ്ണേട്ടം തന്നെ കൊടുത്താ മതി. ഏയ്, അത് വേണ്ട. തന്റെ കൈ കൊണ്ട് കൊടുത്താലേ സാഗറിന്റെ 1 വർഷം ശരിയാവും. കൈനീട്ടം കൊടുക്കുന്ന കയ്യില് പിടിച്ചുകൊണ്ട് ഇവൻ ഇവളെയും കൊണ്ടങ്ങ് പോയെങ്കിൽ ഐശ്വര്യം പൂർണ്ണമായനെ. എടുത്തു കൊടുക്കടോ. ഇനി ഇയാളെ ഏതൊക്കെ അമ്പലത്തിലാന്ന് വെച്ചാ കൊണ്ടുപോയിട്ട് വാ. ശരി സാർ. എനിക്കങ്ങനെ അധികം അമ്പലത്തിലൊന്നും പോവാനില്ല സാഗറെ. എന്റെ കുടുംബക്ഷേത്രത്തിൽ മാത്രമേ പോവാനുള്ളൂ. എന്നാ പോയിട്ട് വാ. ശരി സാർ. കണ്ണാ, ദേ ഇപ്പൊ അയലത്തുകാര് വരെ സംസാരം തുടങ്ങിയിട്ടുണ്ട്. കണ്ണന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ ചുറ്റുന്നുവെന്ന്. ഈ പറയുന്നവരുടെ വായില് ടേപ്പൊന്നും ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ സംസാരം നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന് ചെവി കൊടുക്കണ്ട. എന്നാലും ഒരുത്തനോടൊപ്പം ഇങ്ങനെ ഏട്ടത്തെ അഴിച്ചു വിടുന്നത് ശരിയാണോ കണ്ണേട്ടാ? നിനക്ക് ഒരുപാട് ആൺസുഹൃത്തുക്കളില്ലേ? നീ പഠിക്കുന്ന കാലത്ത് അവരിവിടെ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം നീ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. എന്നുവെച്ച് ഞാൻ എപ്പോഴെങ്കിലും നിന്നെ വിലക്കിയിട്ടുണ്ടോ? അത് നിന്റെ സുഹൃത്തുക്കളാണ്. അവരെ ഒരിക്കലും തെറ്റായ കണ്ണോട് കാണേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സൗഹൃദങ്ങളാടാ മോനെ പിന്നീട് വഷളാവുന്നേ. അങ്ങനെ വഷളായ ഞാൻ സഹിച്ചാ പോരെ? അമ്മയുടെ ഇവളുടെ ഉൾപ്പെടെ പലരുടെയും വാക്ക് കേട്ടിട്ട് സാഗറിനെ മാറ്റി നിർത്തണമെന്ന് അയാൾ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞത്. അവനൊരു നല്ല ചെറുപ്പക്കാരന്. ഇനി അവൻ എന്തെങ്കിലും മോശ സ്വഭാവം ഉണ്ടെങ്കിൽ അതവൻ പുറത്തെടുക്കുന്ന ദിവസം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അയാൾ തന്നെ ഒഴിവാക്കിക്കോളും. മോനെ, എങ്കിലും നമ്മളായിട്ട് അതിനൊക്കെ വളം വെച്ച് കൊടുക്കണോ? ആരെപ്പറ്റിയും ഞാനധികം ചിന്തിക്കുന്നില്ല. എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്, എന്നെക്കാളും വിശ്വാസമാണ്. അങ്ങനെയുള്ള ആളെ ഒരു നിമിഷം പോലും ഞാൻ സംശയിക്കില്ല. ഇനി എന്റെ ചിന്തകൾ തെറ്റാണെങ്കിൽ അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടിക്കോട്ടെ.
ഇതാ എന്റെ നിലപാട്. പിന്നെ വിഷുവായിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്റെ ദേഷ്യം സമ്പാദിക്കാൻ ശ്രമിക്കണ്ട. അമ്മയും മോളും ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു തിരുത്തേണ്ടത് ഈ വീട്ടിലെ ഇളയ മരുമകളെയാ. അവളുടെ പോക്കാ ശരിയല്ലാത്തത്. അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാ, അത് സന്തോഷമുള്ള കാര്യമാണ്. എന്നാ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ പോലും മുൻനിർത്തി അവൾ മഹിയെ കൊച്ചാക്കുക. അമ്മയാകെ അയാൾക്ക് കഴിയില്ലെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അയാളുടെ ആഗ്രഹങ്ങളെ ഇളക്കി മറിക്കുക. കരുണയ്ക്കൊപ്പം ചേർന്ന് നിങ്ങളെല്ലാവരും. അയ്യോ മോനെ, ഞങ്ങള് മോനെന്നുള്ള വിളിയൊന്നും വേണ്ട. ഞാൻ അമ്മയെന്ന് എന്റെ രണ്ടാനമ്മയാണെങ്കിലും അമ്മയെ വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാ. എന്നാ അമ്മയുടെ മോനെന്നുള്ള വിളിയില് ആ ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വ്യക്തമായ ധാരണയോട് തന്നെയാ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.